കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരി. MSFന്റെ പ്രതിഷേധം വലിയ തോതിലുള്ള പ്രതിഷേധത്തിന്റെ സ്വഭാവമാണ് നമ്മൾ കാണുന്നത്. പോലീസ് അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? നിഷ, തുടർച്ചയായ രണ്ടാം ദിവസവും സെക്രട്ടേറിയറ്റിന്റെ മുൻവശം, അതായത് സമരഗേറ്റിന്റെ ഭാഗം സംഘർഷഭരിതമാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. MSF സിദ്ധാർത്ഥ വിഷയത്തിൽ നടത്തിയ മാർച്ചാണ് ഇത്തരത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിച്ചത്. അതായത് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ചാടിക്കടന്നതാണ് പോലീസിനെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ചാടിക്കടന്ന MSFന്റെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ചെയ്തു. ഇത് പ്രവർത്തകരെയും പ്രകോപിപ്പിച്ചു. തുടർന്ന് പ്രവർത്തകർ പോലീസിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഇത്തരത്തിൽ ആദ്യം ഉന്തും തള്ളും വാക്കേറ്റം ഉണ്ടായി. അതിനുശേഷം ഉന്തും തള്ളിലേക്കും പോയി. അതൊരു സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു. ആദ്യം ബാരിക്കേഡുകൾ മറിച്ചിടാനാണ് പ്രവർത്തകർ ശ്രമിച്ചത്. സാധാരണ സമരങ്ങൾക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറിയും ഒപ്പം തന്നെ ബാരിക്കേഡുകൾ മറിക്കാനുള്ള ശ്രമങ്ങളും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്നു. തുടർന്നാണ് ഇത്തരത്തിൽ അവിടെ മുകളിൽ കയറുന്ന പ്രവർത്തകരിൽ ചില സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ചാടുന്നത് കണ്ടത്. ആ സമയത്ത് സെക്രട്ടേറിയറ്റിന് ഉള്ളിലുണ്ടായിരുന്ന പോലീസ് ഇവർക്ക് നേരെ ലാത്തി വീശുകയായിരുന്നു. അങ്ങനെ ലാത്തി വീശിയപ്പോഴാണ് പ്രവർത്തകർ ഇത്തരത്തിൽ പ്രകോപിതരായതും പോലീസുമായ ഒരു ഉന്തും തള്ളിലേക്കും കാര്യങ്ങൾ പോയി. ഇപ്പോൾ നിലവിൽ ഇവർ റോഡ് ഉപരോധിക്കുകയാണ് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് പോലീസുമായുള്ള സംഘർഷത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുൻവശത്തുള്ള മറുവശത്തുള്ള റോഡ് ഉപരോധിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകർ ചെയ്യുന്നത്. അതായത് സിദ്ധാർത്ഥ വിഷയത്തിൽ CBI അന്വേഷണം നടത്തുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഇപ്പോൾ സമരം നടത്തുന്നത് സെക്രട്ടേറിയറ്റിലേക്ക്. പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ സമാനമായ ആവശ്യമാണ് ഉയർത്തിയത്. നമ്മളിതിൽ ഇന്നലെ കണ്ടതാണ് KSU ആയിരുന്നു ഇത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മാർച്ച് നടത്തിയത്. തുടർന്ന് ഇന്ന് മഹിളാ കോൺഗ്രസും മാർച്ച് നടത്തുന്നുണ്ട്. അതിനിടയിലാണ് MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേതൃത്വം നൽകുന്ന മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കുന്നത്. സമരഗേറ്റിലേക്ക് നടത്തിയ മാർച്ചാണ്. ഇപ്പോൾ സമരഗേറ്റ് വിട്ട് റോഡ് ഉപരോധത്തിലേക്ക് പ്രവർത്തകർ തിരിഞ്ഞിരിക്കുകയാണ്. ഇത് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് കടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. റോഡ് ഉപരോധത്തിലേക്ക് കടന്നാൽ സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് ജലജീവനിക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. അത് ഈ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് പ്രവർത്തകർ ചാടിക്കടന്നതോടെയാണ് പോലീസിന് ഇത്തരത്തിൽ ലാത്തി വീശേണ്ടിയൊക്കെ വന്നത്. അതിനുശേഷമാണ് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ഇപ്പോൾ നിലവിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡ് ഉപരോധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. CBI അന്വേഷണം തന്നെയാണ് പ്രവർത്തകരുടെ ആവശ്യം. ഒരു വശത്തുള്ള റോഡ് പൂർണ്ണമായി ഉപരോധിച്ചുകൊണ്ട് വാഹനങ്ങൾ കടത്തിവിടാതെയാണ് ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് റോഡിൽ നിന്നുകൊണ്ടുമാണ് ഇവർ ഇപ്പോൾ പ്രതിഷേധം തീർത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ, അതായത് MSFന്റെ വീക്കിന്റെ കൂടി പ്രവർത്തകർ ഇത്തരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മൾ കാണേണ്ടത്, ഒരു വശത്തെ MSF പ്രവർത്തകർ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് കൂടി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സമാനമായ ആവശ്യം തന്നെ ഉയർത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ പോവുകയാണ് എന്നുള്ളതാണ്. പൂർണ്ണമായും സിദ്ധാർത്ഥ വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിപക്ഷം സമരം ശക്തമാക്കുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാ സംഘടനകളെയും, പോഷക സംഘടനകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും തന്നെ സമരം ശക്തമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇന്നലെ KSU, ഇന്ന് ഇപ്പോൾ MSF, ഒപ്പം തന്നെ മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തുന്നു. ഇതിനിടയിൽ മറ്റു ചെറു സംഘടനകൾ എല്ലാവരും തന്നെ അവരുടേതായ രീതിയിൽ പ്രതിഷേധം നടത്തുന്നുണ്ട്. അല്പം ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രതിഷേധം കഴിഞ്ഞാണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിന്റെ ഭാഗം തികച്ചും സംഘർഷഭരിതമാകുന്ന കാഴ്ചയാണ്. തൊട്ടപ്പുറത്ത് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതാക്കൾ, സംസ്ഥാന പ്രസിഡന്റുമാർ നിരാഹാര സമരം ഇരിക്കുന്നു. ഇന്ന് 3-ാം ദിവസമാണ് സമരം. പൂർണ്ണമായും ഈ വിഷയം സജീവമായി ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്. CBI അന്വേഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് അംഗീകരിക്കപ്പെടും വരെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു വശത്തെ MSF പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നു, മറുവശത്ത് കൂടി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സമരഗേറ്റിലേക്ക് വരുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അല്പനേരത്തെ കുറച്ചു നേരം ഈ സെക്രട്ടേറിയറ്റിന്റെ ഈ ഭാഗം എന്തായാലും കലുഷിതമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹിളാ കോൺഗ്രസിന്റെ മാർച്ച് എത്തിക്കഴിഞ്ഞു. ഒപ്പം തന്നെ ഇപ്പുറത്ത് MSF പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും ചെയ്തു. പോലീസ് ഇന്നലത്തെ പോലെ തന്നെ സമാനമായ കാഴ്ചയാണ് കാണുന്നത്. അതായത് എണ്ണത്തിൽ കുറവാണ് ഇന്നും പോലീസ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിനെ നേരിടുക എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കിക്കാണേണ്ടത്. എന്തായാലും MSF മാർച്ചിന് നേരെ ജലപീരങ്കി അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഇനിയിപ്പോൾ വരും നിമിഷങ്ങളിൽ എങ്ങനെയാണ് മഹിളാ കോൺഗ്രസിന്റെ മാർച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് കൂടി നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും MSF പ്രവർത്തകർ റോഡ് ഉപരോധത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവർ ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോഴാണ് മറുവശത്തെ സമരഗേറ്റിലേക്ക് മഹിളാ കോൺഗ്രസ്
പ്രവർത്തകർ മാർച്ചുമായി കടന്നു വന്നിരിക്കുന്നത്. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അപ്പുറത്ത് നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. മറ്റ് സംസ്ഥാന മേധാക്കളുടെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ മഹിളാ കോൺഗ്രസ് ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ മാർച്ച് നടത്തി വരുന്നത്. വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ അടക്കം മാർച്ച് ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ MSFന്റെ ഒരു പ്രവർത്തകൻ നേരത്തെ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടന്നത് MSF പ്രവർത്തകർ നേരെ ലാത്തി വീശിയതിന്റെ പശ്ചാത്തലത്തിൽ കാലിന് പരിക്കുണ്ട് എന്നുള്ളതാണ് MSF പറയുന്നത്. അതുകൊണ്ടാണ് തങ്ങൾ പ്രകോപിതരായിരുന്നു പോലീസുമായി ഉന്തും തള്ളിലേക്കും കാര്യങ്ങൾ എത്തിയതെന്നുമാണ് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. എന്തായാലും MSF പ്രവർത്തകർ ഇപ്പോഴും റോഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ വലിയ രീതിയിൽ ഇവിടെ ബ്ലോക്ക് അനുഭവപ്പെടുന്നു എന്നുള്ള കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇവിടെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം വാഹനങ്ങൾ അത്രത്തോളം ബ്ലോക്കായി നിൽക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമാണ്, സെക്രട്ടേറിയറ്റിന്റെ മുൻവശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ റോഡ് ഉപരോധം ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുക. തൊട്ടപ്പുറത്തെ മഹിളാ കോൺഗ്രസിന്റെ മാർച്ചും സജീവമായി നിൽക്കുന്നു. മക്കൾക്ക് പഠിക്കണം എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധം